പാലക്കാടും വയനാട്ടിലും UDF വിജയിച്ചാലും UDFിന്റെ വിജയമായി കണക്കാക്കുവാൻ പോകുന്നത് ചേലക്കരയിലെ വിജയം തന്നെയാണ്. ചേലക്കരയിൽ UDFിന് വിജയിക്കേണ്ട ആവശ്യകതയും വളരെ ഏറെയാണ്. കാരണം ചേലക്കരയിലെ വിജയമാണ് സർക്കാരിനെതിരായി ജനങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായ ഒരു തരംഗമായി മാറുമെന്ന് UDFിന് തെളിയിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം ചേലക്കര നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് 1996 മുതൽ 2021 വരെ ഇടതുപക്ഷം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചേലക്കരയിൽ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ വിജയിക്കേണ്ട ആവശ്യകത UDFിനുണ്ട്. അവിടെ ഇപ്പോൾ UDFിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേലക്കരയുടെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് മാത്രം അനുകൂലമായി നിൽക്കുന്നതല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ചേലക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ പ്രാദേശിക തലത്തിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ, അതും കെ രാധാകൃഷ്ണനെതിരായി മത്സരിക്കുമ്പോൾ, കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായ ഇതേ ചേലക്കരയിൽ നിന്ന് ഒരു മുൻതൂക്കം UDFിന് അല്ലെങ്കിൽ രമ്യ ഹരിദാസിന് ഉണ്ടായിട്ടുണ്ട്. ആ മുൻതൂക്കത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് പലരെയും മാറ്റി നിർത്തി രമ്യ ഹരിദാസിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത്. അതുകൊണ്ട് രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിത്വത്തിൽ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയിൽ കോൺഗ്രസിന് വലിയ വിശ്വാസമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കെ രാധാകൃഷ്ണനുള്ള വ്യക്തിപ്രഭ UR പ്രദീപിനില്ല. കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാത്ത ഈ സാഹചര്യത്തിൽ UR പ്രദീപിനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന ശേഷി ഇപ്പോൾ രമ്യ ഹരിദാസിനുണ്ട് എന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. കൂടാതെ പ്രാദേശിക തലത്തിൽ കൃത്യമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തി മുൻപോട്ട് പോകുന്ന കോൺഗ്രസിന് ഒരു വലിയ പ്രതീക്ഷ ചേലക്കരയിലുണ്ട്. 2000 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10,000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും അവിടെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ജയം ഉറപ്പിക്കേണ്ട ആവശ്യകത കോൺഗ്രസിനുണ്ട്. അപ്പോഴാണ് മാത്യു കുഴൽനാടൻ ഒരു തന്ത്രപരമായ നീക്കവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. ചേലക്കരയുടെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചേലക്കര കാലങ്ങളായി ഒരു സംവരണ മണ്ഡലമാണ്. ആ സംവരണ മണ്ഡലത്തിൽ സ്വാഭാവികമായും SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരെ പ്രതിദാനം ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട ഒരു തന്ത്രപരമായ നീക്കം കോൺഗ്രസ് ഏറ്റവും അവസാനം മാത്യു കുഴൽനാടനിലൂടെ കൊട്ടിക്കലാശം കഴിഞ്ഞ നിശബ്ദ പ്രചരണം നടക്കുന്ന ഈ ഇടവേളകളിൽ നടത്തിയിരിക്കുകയാണ്. അതുണ്ടാക്കുവാൻ പോകുന്ന സ്വാധീനം ചെറുതല്ല. സ്വാഭാവികമായും അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രകമ്പനമായി മാറും. നിലവിലത്തെ സാഹചര്യത്തിൽ മാത്യു കുഴൽനാടൻ തുറന്നുവിട്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ബോംബ്, ആ പൊളിറ്റിക്കൽ ബോംബ് ചേലക്കരയിൽ ഉണ്ടാക്കുവാൻ പോകുന്ന വലിയൊരു പ്രകമ്പനമുണ്ട്. നോക്കാം ചേലക്കരയിലേക്ക് മാത്യു കുഴൽനാടൻ തുറന്നുവിട്ട ആ പൊളിറ്റിക്കൽ ബോംബ് എന്താണ്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇന്നലെ അവസാനിച്ചു. കൊട്ടിക്കലാശത്തിന് മുമ്പ് പുതിയൊരു വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാന മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരു മന്ത്രിയില്ല എന്നതാണ് UDF ഉന്നയിക്കുന്ന വിഷയം. സംസ്ഥാനം രൂപം കൊണ്ടതിനു ശേഷം വന്ന മന്ത്രിസഭകളിലെല്ലാം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അങ്ങനെയില്ല. ഇത് പ്രാതിനിധ്യ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്നതാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. പുതിയൊരു ശീലം ഉണ്ടാക്കുകയാണെന്നും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA ആണ് ഇക്കാര്യം ചേലക്കര മണ്ഡലത്തിൽ ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും മന്ത്രി ഉണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് പറയുന്നു. കോൺഗ്രസിന്റെ ഈ ആരോപണത്തോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിക്കുകയും ചെയ്തു. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് ജാതി രാഷ്ട്രീയം, സ്വത്ത് രാഷ്ട്രീയവും ഒക്കെ പറയുകയാണ് എന്നാണ് MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. ജാതി രാഷ്ട്രീയം കളിക്കുകയാണെന്നും കോൺഗ്രസിന് പട്ടികജാതി മന്ത്രി ഉണ്ടായിരുന്നു എന്നും MV ഗോവിന്ദൻ ചോദിക്കുന്നു. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനെതിരെയും MV ഗോവിന്ദൻ പ്രതികരിച്ചു. കുഴൽനാടൻ നിലയും വിലയുമില്ലാത്തവനാണെന്നും പട്ടികജാതി മന്ത്രിയില്ലെന്ന കുഴൽനാടന്റെ പ്രസ്താവന തരംതാണതാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് മന്ത്രിസഭയിലും പട്ടികജാതി മന്ത്രി ഇല്ലാതിരുന്നിട്ടുണ്ട്. കുഴൽനാടൻ പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്. കുഴൽനാടന് നിലവാരമുണ്ടെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. തരംതാണ പ്രസ്താവനയിലൂടെ കുഴൽനാടൻ വിലയില്ലാത്തവനാണെന്ന് തെളിയിച്ചു. കാര്യലാഭത്തിനു വേണ്ടി എന്നും പറയാനുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം MV ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. പട്ടികജാതി വിഭാഗത്തിനെ MV ഗോവിന്ദൻ മന്ത്രിസഭയിൽ അവഗണിച്ചുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. ജാതീയമായി വേർതിരിക്കുന്നുവെന്ന ഗോവിന്ദന്റെ പ്രസ്താവന BR അംബേദ്കറെ അവഹേളിക്കുന്നതാണെന്നും കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം വകുപ്പ് OR കേളുവിന് നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി പട്ടികജാതി സങ്കേതങ്ങളുള്ള ചേലക്കരയിൽ വിഷയം നിശബ്ദ പ്രചാരണം നടക്കുന്ന ഇന്നും സജീവമായി ഉന്നയിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എക്കാലത്തും CPIM-നോടൊപ്പം അണിനിരന്നിട്ടുള്ള ഈ പട്ടികജാതി സങ്കേതങ്ങളിൽ
വിഷയം ഏസാതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് CPM നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ചേലക്കരയെ സംബന്ധിച്ച് പട്ടികജാതി വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള കുറെ എൻ ബ്ലോക്ക് ഇടങ്ങൾ ചേലക്കരയിലുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം ചർച്ചാ വിഷയമായാൽ ഇടതുപക്ഷത്തിന് പട്ടികജാതി വോട്ടുകളിൽ നിന്നൊരു വിള്ളലുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലാണ് കോൺഗ്രസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി മുൻപോട്ട് വരാനുള്ള സാഹചര്യം. എന്തായാലും അവസാന നിമിഷം കോൺഗ്രസ് ഇറക്കിയ വജ്രായുധം യേശുമോ ഇല്ലയോ എന്നറിയുവാൻ ഇനി ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.